10 വർഷത്തെ ഇടത് ഭരണം അവസാനിപ്പിച്ച് ജനം ഇപ്പോൾ UDF-നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അടുത്ത സർക്കാർ UDF ആയിരിക്കണം നയിക്കേണ്ടത് എന്ന് ജനം തീരുമാനിച്ചു. പക്ഷേ ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പ്രധാനമായും 3 പേരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ഒന്ന്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 2, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അടുത്തതായി AICC ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന KC വേണുഗോപാലാണ്. അപ്പോൾ ഈ 3 പേരിൽ ആരാകും അടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രി? അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. രോഹിത്തേട്ടാ, ആരാകണം മുഖ്യമന്ത്രി എന്നാണ് രോഹിത്തേട്ടന്റെ അഭിപ്രായം? അല്ല, നോക്കൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF-ന് വ്യക്തമായ ഭൂരിപക്ഷം 102 സീറ്റുകൾ എന്ന് പറയുന്നത് ഇന്നിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അതൊരു ഒരു വലിയ ഫിഗറാണ്. അതിൽ ഞാൻ അന്നും പറയുന്നു ഇന്നും പറയുന്നത് ഈ 102 പേർക്ക് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ളവരാണ്. ജനം തിരഞ്ഞെടുത്ത 102 പേരാണ്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ 3 പേരിലേക്ക് ഒതുങ്ങിയിരിക്കുന്നത് എന്ന് പറയുന്നത് തന്നെ UDF രാഷ്ട്രീയം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ അത് വലിയ കാര്യമായിട്ട് എടുക്കാം. 30 പേരൊന്നും ഇല്ലല്ലോ, 3 പേരേ ഉള്ളൂ. അല്ലാതെ ഒരു ഏകാധിപതി ഭരണത്തെ പോലെ ഇയാൾ തന്നെ ഞാനല്ലാതെ മറ്റാര് സഖാവേ എന്ന് ചോദിക്കുന്ന പോലെയാണ്. പ്രതിപക്ഷ നേതാവ് വരുമ്പോഴും എല്ലാവരും പറയുന്നത് അയാൾ വേണം, പേടിയാണെന്ന്. ഇയാളാണ് അവിടുത്തെ ഏറ്റവും വലിയ ഫണ്ട് റൈസർ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ 3 പേരുടെ പേര്, 2 പേര് MLA-മാരാണ്, ഒരാൾ MLA അല്ല എന്നുള്ളത്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരാൾ MLA ആകാതെ മുഖ്യമന്ത്രിയാകാൻ വരുന്നത്. ഇന്ന് ഭാരതം ഭരിക്കുന്ന നരേന്ദ്രമോദി പോലും MLA ആകാതെ, ജനപ്രതിനിധി ആകാതെ ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായ ചരിത്രമുണ്ട്. മമതാ ബാനർജിക്കുണ്ട്. ദേശീയ തലത്തിലാണ് ഞാൻ പറയുന്നത്. അത് യോഗി ആദിത്യനാഥിനുണ്ട്. ഇവിടെ കേരളത്തിലേക്ക് വന്നാൽ DK നായനാർക്കുണ്ട്, AK ആന്റണിക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അവസാന വാക്ക് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് എല്ലാ MLA-മാരെയും കേട്ടിട്ടുണ്ട്, MP-മാരെയും കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഭൂരിപക്ഷം MLA-മാരും KC വേണുഗോപാലിനൊപ്പമാണെന്ന് പറയുമ്പോഴും വാർത്തകൾ വരുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി VD സതീശനൊപ്പമാണ്. പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്താൻ സാധിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവർ 3 പേരും വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്ന 3 കാര്യങ്ങൾ കൊണ്ട് മുഖ്യമന്ത്രി പദം ക്ലെയിം ചെയ്യാൻ സാധിക്കുന്ന 3 നേതാക്കന്മാരാണ്. ഇതിൽ അവിടെ അടിയോ പിടിയോ ഒന്നുമില്ല. ഇന്നലെ വൈകുന്നേരം VD സതീശൻ ഒരു റീല് പുറത്തുവിട്ടിട്ടുണ്ട്. അദ്ദേഹം ഇന്ദിരാഭവനിലേക്ക് വരുന്നു. അവിടേക്ക് ചെല്ലുമ്പോൾ സണ്ണി ജോസഫും ഈ പറയപ്പെടുന്ന അവിടെയുള്ള നേതാക്കന്മാർ, കൊടിക്കുന്നിൽ സുരേഷും ഷാഫി പറമ്പിലും തുടങ്ങി അവിടെ ജനപ്രതിനിധികളായി വന്നിരിക്കുന്ന KPCയുടെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റുകളിലിരിക്കുന്ന ജനപ്രതിനിധികളും എല്ലാവരും ചേർന്ന് കെട്ടിപ്പിടിച്ച് വളരെ സന്തോഷം പങ്കുവയ്ക്കുന്ന വീഡിയോകൾ ഇന്നലെ തന്നെ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അവിടെ ഇത്തരത്തിലുള്ള അടിയൊന്നുമില്ല. നോക്കൂ, ഇതൊരു ജനാധിപത്യ സംസ്ഥാനമല്ലേ. ജനാധിപത്യം നിലനിൽക്കുന്ന, അതായത് ഇന്ത്യയിൽ ജനാധിപത്യം അതിൻ്റെ പൂർണ്ണ മൂല്യത്തിൽ നിൽക്കുന്ന, പൂർണ്ണമായ എല്ലാ മൂല്യങ്ങളും കാത്തു സൂക്ഷിക്കുന്ന ഒരു സംസ്ഥാനങ്ങളിൽ ഒന്നാണ്, ഏറ്റവും പ്രധാനം അർഹിക്കുന്ന ഒന്നാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് വോട്ട് ചെയ്ത് ആളെ കണ്ടെത്താനുള്ള ഒരു പ്രൊസീജിയറാണ് അല്ലേ. അപ്പോൾ അവിടെ ഇടതുപക്ഷം ഭരിക്കും, വലതുപക്ഷം ഭരിക്കും, ഒപ്പം NDA ഭരിക്കും, സ്വതന്ത്രം ഉണ്ടാവും, സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ടാകാം, ചെറിയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളുണ്ടാകാം. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുന്നു. അവിടെ വന്നിട്ട് ഏകപക്ഷീയമായി മുകളിൽ നിന്ന് വിളിച്ചു പറയുന്ന ഒരാൾ മുഖ്യമന്ത്രി ആകുന്നതിനേക്കാൾ നമുക്ക് KC വേണുഗോപാലിനെ കുറിച്ച് പറയുമ്പോൾ KC വേണുഗോപാൽ ഹൈക്കമാൻഡിൻ്റെ സ്വന്തം ആളാണ് അല്ലേ. ഹൈക്കമാൻഡിൽ ഇരുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആളാണ്. അയാൾക്ക് വേണമെങ്കിൽ ഖാർഗെയിൽ സമ്മർദ്ദം ചെലുത്തി, രാഹുൽ ഗാന്ധിയിൽ സമ്മർദ്ദം ചെലുത്തി, പ്രിയങ്ക ഗാന്ധിയിൽ സമ്മർദ്ദം ചെലുത്തി മുകളിൽ നിന്ന് പറയാലോ KC വേണുഗോപാലാണ് മുഖ്യമന്ത്രി എന്ന്. അത്തരത്തിൽ KC വേണുഗോപാലാണ് മുഖ്യമന്ത്രി എന്നൊരു പ്രഖ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ അത് തന്നെയാണ് ജനം ചിന്തിക്കാൻ പോകുന്നത്. അവിടെ സമ്മർദ്ദം ചെലുത്തി ഇവിടെ മുഖ്യമന്ത്രിയാവാനുള്ള ചരടുവലി നടത്തിയത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ചിന്തിക്കുകയാണെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചെയ്യാമായിരുന്നല്ലോ, അത് ചെയ്തില്ലല്ലോ. എന്താണ് ചെയ്തത്? ഹൈക്കമാൻഡിൽ നിന്ന് 2 നിരീക്ഷകരെ കേരളത്തിലേക്ക് അയക്കുന്നു. അവർ ഇവിടെയുള്ള സകല ആളുകളെയും കേൾക്കുന്നു. അവരുടെ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കൊടുക്കുന്നു. ഹൈക്കമാൻഡ് ജനവികാരം അടക്കം കേട്ട് കൂടിയാലോചിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു. VD സതീശന് വേണമെങ്കിൽ ഹൈക്കമാൻഡിനെ കണ്ട് ഇലക്ഷന് മുമ്പ് പറയാമായിരുന്നല്ലോ, ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഇലക്ഷനെ മുന്നിൽ നിന്ന് നയിക്കാൻ സാധിക്കും. പക്ഷെ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. VD സതീശൻ വളരെ കോൺഫിഡൻസോടുകൂടി 100-ലധികം സീറ്റ് നേടിയില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോവുകയാണ്. ജയമാണെങ്കിൽ ടീം UDF, തോൽവിയാണെങ്കിൽ എന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ എടുക്കുകയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് അല്ല, സമ്മതിക്കുന്നു. പക്ഷെ അദ്ദേഹം എടുത്ത ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതെങ്ങനെയാണ് കാണാതെ? ഇവിടെ ഇപ്പോഴും KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമെന്നല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. VD സതീശനോ
കെ.സി. വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ മുഖ്യമന്ത്രിയായേക്കാം. എന്റെ ഒരു പെർസ്പെക്റ്റീവിൽ കെ.സി. വേണുഗോപാൽ എന്ന വ്യക്തിയുടെ പേര് പോലും പിക്ചറിൽ വരേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അതൊരു ജനാധിപത്യ സംവിധാനത്തിലുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്നത് ആ 102 ആളുകളുടെയും, അതായത് മത്സരിച്ച് വിജയിച്ച കോൺഗ്രസിന്റെയും UDF-ന്റെയും ആളുകളുടെ നേതാവാണ് കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്നത്. ദേശീയ തലത്തിൽ AICC ജനറൽ സെക്രട്ടറിയാണ്. കേരളത്തിൽ സംഘടനാ സംവിധാനം ഉണ്ടാക്കിയ ഒരാളാണ്. കേരളത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പണം വേണം. ആ പണം കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ്. ഒരു ട്രെൻഡ് സെറ്ററിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും പോയി സംസാരിച്ച ആളാണ് ഇപ്പോൾ കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്നത്. രമേശ് ചെന്നിത്തലയാണെങ്കിൽ അതേപോലെ തന്നെയാണ്. കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. ആ രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രൊഫൈൽ എടുത്തു വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ 22 വർഷം അദ്ദേഹം MLA ആയിരുന്നു. അത് കഴിഞ്ഞ് ഏകദേശം 14 വർഷത്തോളം അദ്ദേഹം MP ആയിരുന്നു. ഏകദേശം 8-9 വർഷം അദ്ദേഹം പാർലമെന്ററി പാർട്ടി നേതാവാണ്. അതായത് KPCC പ്രസിഡന്റൊക്കെ ആയിരുന്നു. അതുകൂടാതെ തന്നെ AICC സെക്രട്ടറിയാണ്. അത്രയും വലിയൊരു പ്രൊഫൈൽ പറയാൻ കഴിയുന്ന ഒരു നേതാവ് ഈ 3 പേരിൽ രമേശ് ചെന്നിത്തല മാത്രമാണ്. ഇപ്പോൾ കെ.സി. വേണുഗോപാൽ ആണെങ്കിൽ പോലും ദേശീയ നേതാവായിരുന്നു. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതാവായിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിൽ വിദ്യാർത്ഥി സംഘടനയിൽ നിന്ന് തന്നെ തുടങ്ങി NSUയുടെ ദേശീയ പ്രസിഡന്റായിട്ട് വരുന്നു. അത് കഴിഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റായിട്ട് വരുന്നു. അതേപോലെ തന്നെ സംഘടനാ ചുമതലയുള്ള ഒരാളായിട്ട് വളർന്നു വന്നിട്ടുള്ളതാണ് രമേശ് ചെന്നിത്തല. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രൊഫൈലിന്റെ അത്രയും പിടിച്ചു നിൽക്കാൻ പോലും കെ.സി. വേണുഗോപാലിനോ അല്ലെങ്കിൽ വി ഡി സതീശനോ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. ഈ കാലഘട്ടം ഇത്ര വർഷം MLA ആയിരുന്നു, ഇത്ര വർഷം നേതാവായിരുന്നു എന്ന് പറയുന്നത് ഒരു നല്ലൊരു ലീഡർ ആവുന്നതിന്റെ ഒരു മാനദണ്ഡമായി ഞാൻ വിശ്വസിക്കുന്നില്ല. 6 മാസം രാഷ്ട്രീയത്തിൽ നിന്നാലും നല്ലൊരു നേതാവാകാൻ കഴിയുന്ന ഒത്തിരിയേറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഒരു സ്ട്രോങ് പബ്ലിക് സ്പീക്കിംഗ് ഉണ്ടാവുക, ഒരു നിലപാട് കൃത്യമായി അറിയുക, ഇതിലെല്ലാം ടൈംലിനെസ് എന്നുള്ള ഒരു കാര്യം ഉണ്ടല്ലോ. ഒരു സംഭവം ഉണ്ടാകുന്നു, ഒരു വിഷയം ഉണ്ടാകുന്നു, അതിൽ ആദ്യഘട്ടത്തിൽ തന്നെ അതിലൊരു നിലപാടെടുക്കുക എന്നുള്ള ഒരു കാര്യമൊക്കെ എനിക്ക് തോന്നുന്നില്ല രമേശ് ചെന്നിത്തലയെ കൊണ്ട്, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്, നല്ലൊരു നേതാവൊക്കെ നേതാവിനെ നിയമസഭയിലേക്ക് പ്രതിപക്ഷ നേതാവായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. കഴിഞ്ഞ തവണത്തെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് തീരുമാനമായിരുന്നു. അത് കെ.സി. വേണുഗോപാലാണ് കൃത്യമായിട്ട് കൊണ്ടുവന്നത്. അദ്ദേഹം ഒരു മറുവാക്ക് പറയാതെയാണ് അദ്ദേഹം മാറിപ്പോയത്. സ്വാഭാവികമായിട്ടും അതൊരു നേതാവിന്റെ ഒരു ഗുണമാണ്. സമ്മതിക്കുന്നു, പരാജിതനായിരുന്നു. പരാജിതം മാത്രമല്ല, ആ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നത്. A ഗ്രൂപ്പിന്റെയും I ഗ്രൂപ്പിന്റെയും ഏറ്റവും കൂടുതൽ സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. രമേശ് ചെന്നിത്തലയെ പാർട്ടി സഹായിച്ചിട്ടുണ്ടോ? ഒരു സമരത്ത് മുഖത്തിനിറങ്ങാൻ യൂത്ത് കോൺഗ്രസും എന്തുകൊണ്ടാണ്? ഗ്രൂപ്പ് സംവിധാനം ഉണ്ടായിരുന്നു. ഗ്രൂപ്പ് സംവിധാനവും ഇല്ല. രമേശ് ചെന്നിത്തലയുടെ കാലത്ത് 5 വർഷങ്ങൾ കൊണ്ട് ആ ഗ്രൂപ്പ് സംവിധാനമില്ല. നമുക്കറിയാം, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷം ഗ്രൂപ്പ് സംവിധാനങ്ങൾ ഇല്ലാതായി. ഞാൻ ചോദിക്കട്ടെ, ഈ രമേശ് ചെന്നിത്തലയുടെ കാലഘട്ടത്തിൽ എത്ര ഹർത്താലുകൾ ഈ നാട്ടിൽ നടന്നു? കണക്കുണ്ടോ? ഉണ്ട്. ഒരുപാട് ഹർത്താലുകൾ. ഏകദേശം 5 MLA-മാർ രാജിവെച്ചു. പിണറായി മന്ത്രിസഭയിലെ 7ഓളം വലിയ വിവാദങ്ങൾ ഉണ്ടായി. അതിന്റെ ഒരു തുടർ മാത്രമാണ് വി ഡി സതീശൻ ഒരു ട്രെൻഡ് സെറ്ററാണ്. ഞാൻ എപ്പോഴും പറയും, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ട്രെൻഡ് സെറ്റർ വി ഡി സതീശനായിരുന്നു. കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നടത്തിയൊരു നേതാവ് തന്നെയാണ്. അദ്ദേഹത്തിന് ഒരു സ്പേസ് ഒരുക്കി കൊടുക്കാൻ ഇവരെല്ലാം ഉണ്ടായത് കൊണ്ട് തന്നെയാണ് നടന്നത്. ഞാൻ പറയുന്നത് രമേശ് ചെന്നിത്തലയുടെ പ്രവർത്തനം കൊണ്ട് രമേശ് ചെന്നിത്തല പരാജിതരായി എന്നല്ല ഞാൻ പറയുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ട് പാർട്ടി പരാജിതരായി എന്ന് ഞാൻ പറയാം. കാരണം ഇടതുപക്ഷത്തിന്റെ മികവ് കൊണ്ടോ പ്രതിപക്ഷത്തിന്റെ കുഴപ്പം കൊണ്ടോ അല്ല പിണറായി വിജയന് രണ്ടാമതൊരു തുടർഭരണം ഉണ്ടായത്. കൃത്യമായി ഞാൻ പറയുന്നു, ഭരണപക്ഷത്തിനെതിരെ ഇത്രത്തോളം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള, ഇത്രത്തോളം തെളിവുകൾ ശേഖരിച്ചിട്ടുള്ള, ഇത്രത്തോളം MLA-മാരെ രാജിവെപ്പിച്ചിട്ടുള്ള അടുത്ത കാലത്തുണ്ടായ പ്രതിപക്ഷ നേതാവ്, മികച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു. പക്ഷെ പ്രശ്നം എന്താ സംഭവിച്ചത്? രമേശ് ചെന്നിത്തലയ്ക്ക് ജനങ്ങളെ പറഞ്ഞു വലിപ്പിക്കാൻ കൃത്യമായി സാധിച്ചില്ല എന്നൊരു കാര്യം മുൻനിൽപ്പുണ്ട്. ഇനി വി ഡി സതീശനിലേക്ക് വരും. വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് വന്നതിന് ശേഷം 5 വർഷക്കാലങ്ങളിൽ ഹർത്താലോ ഈ പറയപ്പെടുന്ന ബന്ധോ നടത്താതെ സമരമുഖങ്ങൾ തുറന്നു വെക്കാൻ സാധിച്ചു. അതായത് കായികമായല്ലാതെ ആശയങ്ങൾ കൊണ്ട് കൃത്യമായി സംസാരിക്കാൻ സാധിച്ചു. വി ഡി സതീശന്റെ ആശയങ്ങളെ കൃത്യമായി ആളുകളിലേക്ക് എത്തിക്കുന്ന തരത്തിൽ സംസാരിക്കാനും അദ്ദേഹത്തിന് അതേ രീതിയിൽ ആക്ട് ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ് വി ഡി സതീശൻ ഇത്ര വലിയ ജനകീയത വർദ്ധിക്കാനുള്ള കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പറയുന്നത്. പിന്നെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ പറയപ്പെടുന്ന കെ.സി. വേണുഗോപാലായാലും രമേശ് ചെന്നിത്തലയായാലും ഇവർക്ക് സാമുദായിക നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അറിയാം. കെ.സി. വേണുഗോപാലിന് NSS SNDP-യുമായിട്ടൊക്കെ അടുത്ത ബന്ധമുണ്ടെങ്കിലും അത് പരസ്യമായിട്ട് അദ്ദേഹം അത്തരം പരിപാടികൾക്കൊന്നും പോകാം. പക്ഷേ രമേശ് ചെന്നിത്തല അങ്ങനെയല്ല. രമേശ് ചെന്നിത്തല കൃത്യമായി SNDP-യുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നു. രമേശ് ചെന്നിത്തല കൃത്യമായി ഈ പറയപ്പെടുന്ന SNDP-കളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോഴും അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്താണ് വെള്ളാപ്പള്ളി നടേശൻ ആദ്യമായിട്ട് നടേശന്റെ ഇത്തരത്തിൽ മുസ്ലിം ലീഗിനെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് എടുക്കുന്നത്. അദ്ദേഹം നമുക്കറിയാവുന്നതുപോലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ
ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് വെള്ളാപ്പള്ളി നടേശനെതിരെ കേസ് എടുക്കുന്നത്. ആ ഒരു ആർജവം കാണിച്ചത് നേതാവാണ്. ഞാൻ പറഞ്ഞതൊരു ഫാക്ട്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ ഇത്രത്തോളം വി ഡി സതീശനെ ആക്ഷേപിച്ച കാലഘട്ടത്തിൽ എങ്ങും ഈ പറയപ്പെടുന്ന രമേശ് ചെന്നിത്തല ഒരു വാക്കുകൊണ്ട് പോലും വെള്ളാപ്പള്ളി വിമർശിക്കാൻ തയ്യാറായില്ല. സുകുമാരൻ നായരുമായി അത്ര അടുപ്പമുണ്ടായിട്ട് പോലും NSSന്റെ കഴിഞ്ഞ തവണ നടക്കുന്ന വാർഷികത്തിൽ വേദിയിൽ സദസ്സിലിരിക്കേണ്ടി വന്നല്ലേ? വേദിയിലിരിക്കാൻ സാധിച്ചോ? സദസ്സിലിരിക്കേണ്ട ഒരു സാഹചര്യം സമ്മതിക്കുന്നു, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ വി ഡി സതീശൻ എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഈ പറയപ്പെടുന്ന ജനകീയമായി നിൽക്കാനുള്ള കാരണം എന്ന് പറയുന്നത്? ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ കഴിഞ്ഞ തവണ 5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് എന്തുകൊണ്ട് UDF ലഭിച്ചില്ല? ആ വോട്ടുകൾ മുഴുവൻ ഇത്തവണ തിരിച്ചു കൊണ്ടുവരാൻ വി ഡി സതീശൻ സാധിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ച് ന്യൂനപക്ഷ പ്രകടനം നടത്തുന്ന ആളുമല്ല ഈ പറയപ്പെടുന്ന വി ഡി സതീശൻ. അദ്ദേഹം നിലപാട് പറയുകയാണ്. വർഗീയത പറയുന്നത് അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും അത് ഈ മണ്ണിൽ വില പോകില്ല എന്ന് കൃത്യമായി പറയുന്നു. വർഗീയവാദികളുടെ ആരുടെയും വോട്ട് വേണ്ട, അതിന് SDPക്കാരൻ്റെയും വോട്ട് വേണ്ട, ഈ പറയപ്പെട്ട NSSന്റെയും വോട്ട് വേണ്ട, RSSന്റെയും വോട്ട് വേണ്ട, SNDPയുടെ വോട്ട് വേണ്ട, വേണ്ട എന്ന അർത്ഥത്തിൽ വർഗീയവാദികളായ ആളുകളുടെ വോട്ടുകൾ വേണ്ട എന്ന് കൃത്യമായ നിലപാട് പറയുന്നു. പരാജയപ്പെടുന്നെങ്കിൽ പരാജയപ്പെട്ടോട്ടെ എന്ന് കൃത്യമായി പറഞ്ഞ നേതാവാണ് വി ഡി സതീശൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് KC വേണുഗോപാൽ ഈ ചിത്രത്തിലേക്ക് വരാത്തതാണ്. KC വേണുഗോപാൽ ദേശീയ തലത്തിൽ പ്രവർത്തനങ്ങളെ ക്രോഡീകരിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇലക്ഷൻ സമയത്ത് ഇലക്ഷൻ ഒരു 3 മാസം മുമ്പേ ഈ പറയപ്പെടുന്ന തരത്തിൽ ഇവിടെ വന്ന് അദ്ദേഹം സജ്ജമാകുന്നു, ഗ്രൗണ്ട് ഒരുക്കുന്നു. കാൻഡിഡേറ്റ് ആകാൻ ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം അദ്ദേഹം നേരിട്ട് കാണുന്നു, നേരിട്ട് സംസാരിക്കുന്നു. സീറ്റ് കിട്ടാതെ വിമതസ്വരം ഉയർത്തുന്നവരെല്ലാം KC വേണുഗോപാൽ ഒരു ആലിംഗനത്തിലൂടെ ഒരു 10 മിനിറ്റ് സംസാരത്തിലൂടെ അദ്ദേഹത്തിന്റെ ആളുകളാക്കി മാറ്റുന്നു. സീറ്റ് ലഭിക്കാത്തവരാരും സങ്കടപ്പെടേണ്ട. എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ രമേശ് ചെന്നിത്തലയ്ക്കും വി ഡി സതീശനും കേരളത്തിൽ മലയാളികൾക്കിടയിൽ ആരാധകരേറെയുണ്ട്. എങ്കിലും സോഷ്യൽ മീഡിയയിലായാലും തെരുവുകളിലായാലും KC വേണുഗോപാലിന് വേണ്ടി ആ ജനം രംഗത്തിറങ്ങുന്നുണ്ട്. ഇല്ലെന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തലയേക്കാൾ കൂടുതൽ വി ഡി സതീശൻ കഴിഞ്ഞാൽ അടുത്തത് KC വേണുഗോപാലിന് വേണ്ടിയിട്ടാണ് സോഷ്യൽ മീഡിയയിലും ആളുകൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും വലിയ മുറവിളി കൂട്ടുന്നത്. എന്തുകൊണ്ടാണ്? പ്രവർത്തകരെ അദ്ദേഹം കൂടെ നിർത്തി. എങ്ങനെ കൂടെ നിർത്തി? നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എത്രയോ രാഹുലിന് തന്നെ നേരിട്ടറിയാവുന്ന എത്രയോ നേതാക്കന്മാർ സീറ്റ് ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹിച്ചിരുന്നവരെല്ലാം സീറ്റ് ലഭിക്കാത്തതിന്റെ പേരിൽ പോയി ആശ്വസിപ്പിച്ചത്, സമാധാനിപ്പിച്ചത്, വിമതസ്വരം ഉയർത്തരുത് എന്ന് പറഞ്ഞത് KC വേണുഗോപാലാണ് അല്ലേ? പക്ഷെ അതിലെല്ലാം ഈ ഹൈക്കമാൻഡിന്റെ ഇൻഫ്ലുവൻസ് ഒരു വലിയ ഫാക്ടർ ആയിരുന്നില്ല. ACC ജനറൽ സെക്രട്ടറി ആയിരുന്നതുകൊണ്ട് ഇപ്പോൾ ഈ MLA സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് സ്ഥാനാർത്ഥിത്വം നേടിക്കൊടുത്തു എന്നുള്ള ടാഗ്ലൈൻ ഉള്ളത് കൊണ്ടല്ലേ. വെറുതെ ഒരു ദിവസം അത് ഇപ്പോൾ വി ഡി സതീശൻ ആയിരുന്നു ഈ പറഞ്ഞ ACC ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹത്തിന് അത് ചെയ്യാമായിരുന്നു. വെറുതെ ഒരു ദിവസം പോയി ACC ജനറൽ സെക്രട്ടറി ആയി കയറിയിരുന്ന ആളല്ല KC വേണുഗോപാൽ. അതിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ ടാലന്റ്, എന്നാൽ അദ്ദേഹം ദേശീയ തലത്തിൽ പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് പൊതുജന സംസാരം. KC വേണുഗോപാലിനേക്കാൾ മുമ്പേ ഈ സീറ്റ് ആഗ്രഹിച്ച ആളാണ്. ACC ജനറൽ സെക്രട്ടറി സ്ഥാനം ആഗ്രഹിച്ച ആളുടെ പേര് രമേശ് ചെന്നിത്തല എന്നാണ്. ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ ഡൽഹി പൊളിറ്റിക്സിൽ സജീവമായി നിന്നിരുന്ന ആളാണ് രമേശ് ചെന്നിത്തല. ACC ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ് രമേശ് ചെന്നിത്തല. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് അവിടെ സ്കോപ്പ് ഉണ്ട്. KC വേണുഗോപാൽ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി വി ഡി സതീശന്റെ കാര്യം പറയുകയാണെങ്കിൽ വി ഡി സതീശൻ കപ്പിനും ചുണ്ടിനും സൗഭാഗ്യങ്ങൾ കൈവിട്ടുപോയ നേതാവാണ്. ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഒരു സഖാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുകയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെയും വി ഡി സതീശന്റെയും ചിത്രങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രവർത്തകർ പോകുമ്പോൾ മന്ത്രിസഭയിലേക്ക് വി ഡി സതീശനെ അടുപ്പിക്കാത്ത നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. അങ്ങനെയല്ല, അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കാതിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ സ്പീക്കറാക്കാൻ ശ്രമിച്ചതാണ്, സഭാനാഥനാക്കാൻ ശ്രമിച്ചതാണ്. അന്ന് വി ഡി സതീശൻ ഈ പറയപ്പെടുന്ന നിലപാടിന്റെയും കടുംപിടുത്തത്തിന്റെയും പേരിൽ അത് വേണ്ട എന്ന് പറഞ്ഞിറങ്ങിപ്പോയാൽ ഇന്ന് പ്രൊഫൈലിൽ കൂട്ടിച്ചേർക്കാമായിരുന്നില്ലേ? നിയമസഭാ സ്പീക്കറായിരുന്നു 5 വർഷക്കാലം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം. അത് അദ്ദേഹത്തിന്റെ നിലപാടാണ്. ഇപ്പോ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ പോലും നമ്മൾ ആരും ഇപ്പോൾ വി ഡി സതീശന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയോ KC വേണുഗോപാലിന് വേണ്ടിയിട്ടല്ല. ഇപ്പോൾ ഞാൻ രമേശ് ചെന്നിത്തലയുടെ കാര്യം പറഞ്ഞത് പ്രൊഫൈലുകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് മുഖ്യമന്ത്രി ആകാൻ യോഗ്യനാണ്. ഇന്ന് പലരും ചോദിക്കുന്നുണ്ട് ആരാണ് രമേശ് ചെന്നിത്തല എന്ന്. അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. എന്താ പറയുക, ഈ 3 പ്രൊഫൈലുകളും കൃത്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകാൻ യോഗ്യത, മുഖ്യമന്ത്രി അല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ യോഗ്യതയുള്ളവരാണ്. കേൾക്കുമ്പോൾ ആരും എന്നെ ട്രോളാൻ വരണ്ട. ഗുജറാത്തിൽ നിന്നൊരു മുഖ്യമന്ത്രിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകാമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് ഈ 3 പേർ മുഖ്യമന്ത്രി ആയതിനു ശേഷം പ്രധാനമന്ത്രിയാകാൻ യോഗ്യതയുള്ളവരാണ് അല്ല എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ സ്വാഭാവികമായും ഇപ്പൊ വി ഡി സതീശന്റെ ഒരു പ്രസ്താവന എന്ന തരത്തിൽ ഞാൻ ഇന്നലെ കേട്ടത്, അദ്ദേഹം നേതൃത്വത്തിനോട് പറഞ്ഞു മുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കിൽ ഞാൻ പറവൂർ MLA തുറന്നോളാം, ഞാൻ ക്യാബിനറ്റിലേക്ക്. അത് അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കിട്ടാൻ പോകുന്ന ഒരു തിരിച്ചടിയുടെ ഭാഗമാണ്. അദ്ദേഹത്തിന്റെ നിലപാടിന്റെ പുറത്തായിരിക്കും അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനം ഒരു കാരണവശാലും എടുക്കരുത്. അദ്ദേഹത്തിന് കിട്ടിയ ഉത്തരവാദിത്വം എന്തായിരുന്നു? 5 വർഷക്കാലങ്ങൾ പ്രതിപക്ഷത്തെ നയിക്കുക. അദ്ദേഹം ആ ഭംഗിയായി നിർവഹിച്ചു. അദ്ദേഹം എടുത്ത നിലപാടുകൾ കൃത്യമായിരുന്നു. അദ്ദേഹം കൃത്യമായി ഇലക്ഷൻ മാനേജ് ചെയ്തു. അദ്ദേഹത്തിന്റെ ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് വൈഭവം, സോഷ്യൽ എഞ്ചിനീയറിംഗ് ഭയങ്കരമായിട്ട് നിന്നു.
ഈ പറയപ്പെടുന്ന വെള്ളാപ്പള്ളിയെ വിമർശിക്കുമ്പോഴും NSSനെ വിമർശിക്കുമ്പോഴും ഇസ്ലാമിക തീവ്രവാദികളെ വിമർശിക്കുമ്പോഴും ക്രൈസ്തവ തീവ്രവാദികളെ വിമർശിക്കുമ്പോഴും ഒക്കെ കോൺഗ്രസിൽ തന്നെയുള്ളവർക്ക് ഭയമായിരുന്നു, ഇയാൾ എന്തായി കാണിക്കുന്നു, ഇവരെയൊക്കെ പടക്കിക്കൊണ്ട് എങ്ങനെയാണ് അധികാരത്തിലേക്ക് വരാൻ പറ്റുന്നത്. പക്ഷേ ഈ മേഖലകളിൽ നിന്നെല്ലാം വലിയ രീതിയിലുള്ള വോട്ട് VD സതീശന് വേണ്ടി മറ്റുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത ആളുകളെ നമുക്ക് കൃത്യമായി അറിയാം. പറവൂരിൽ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കുറഞ്ഞത് എന്തുകൊണ്ടാണ്? മറ്റുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി മറ്റുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ഓടി നടന്നുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ ഭാഗം കൃത്യമായി ചെയ്തു. ഇനി 5 വർഷങ്ങൾക്ക് മുമ്പ് 5 വർഷക്കാലം പ്രതിപക്ഷമായ നേതാവായിരുന്ന ഒരാൾ, അതിനു മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചിട്ട് അവസാനം ഉമ്മൻചാണ്ടിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയപ്പോഴും പരിഭവം പറയാതെ കൂടെ നിന്ന ഒരാൾ, പ്രതിപക്ഷ നേതൃസ്ഥാനം വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ രാഹുൽ പറഞ്ഞ പോലെ ഒന്നും മിണ്ടാതെ മാറിയുന്ന ഒരാൾ, 5 വർഷക്കാലവും ഒരു പ്രതിപക്ഷ പ്രതിപക്ഷ MLA ആയി തന്നെ സഭയിൽ നിന്ന് VD സതീശനൊപ്പം നിന്നൊരാൾ രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹത്തിന്റെ പ്രായം, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ്, അദ്ദേഹം വരുന്ന പോസ്റ്റുകളൊക്കെ പരിഗണിക്കുമ്പോൾ രമേശ് ചെന്നിത്തലയും ഇതിന് യോഗ്യനാണ്. ഇപ്പുറത്ത് KC വേണുഗോപാൽ KSU രാഷ്ട്രീയത്തിലൂടെ കണ്ണൂരിൽ നിന്ന് ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വളർന്നു വന്ന് ഇന്ത്യയുടെ കോൺഗ്രസ് പ്രസ്ഥാനങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് വളർന്നു വന്ന ഒരു മനുഷ്യൻ. അയാൾ ഈ പറയപ്പെടുന്ന ഇവിടെ ഇടതുപക്ഷ ഭരണത്തിൽ കോടികൾ പൊടിച്ചുകൊണ്ട് PR-കൾ കിഫ്ബിയിൽ നിന്ന് തന്നെ കോടികൾ എടുത്തുകൊണ്ട് പരസ്യത്തിന് മുടക്കിക്കൊണ്ട് ഒരു സർക്കാർ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം, കേന്ദ്രത്തിൽ നിന്ന് ഭരണത്തിലിരിക്കുന്ന മറ്റൊരു മുന്നണി കോടികൾ ഒഴുക്കിക്കൊണ്ട് ഒരു വോട്ടിന് 2000 രൂപ വരെ കൊടുക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരുമ്പോൾ പണമില്ലാതെ എങ്ങനെ നോക്കി നിൽക്കാൻ സാധിക്കും, അധികാരമില്ലാതെ എങ്ങനെ നോക്കി നിൽക്കാൻ സാധിക്കുമെന്നിടത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, അതിന് വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി സീറ്റ് വിഭജനം നടത്തിക്കൊണ്ട് തർക്കമില്ലാതെ മുന്നണികൾക്കുള്ളിൽ പ്രശ്നങ്ങളില്ലാതെ ഘടകകക്ഷികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സുധാകരനടക്കം കുഞ്ഞികൃഷ്ണനടക്കം ഗോവിന്ദനടക്കമുള്ളവരെ ഇടതുപക്ഷത്തെ വിമതരെ മുഴുവൻ ചേർത്ത് നിർത്തിയ മറ്റൊരു നേതാവ്. ഈ 3 പേർ, ഒരേ ക്വാളിറ്റിയുള്ള 3 പേർ, അവർ 3 പേരും മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവർ റാണികൾ ആഗ്രഹിക്കുന്നു. അത് ജനാധിപത്യത്തിന്റെ സന്തോഷം എന്ന് കരുതിയാൽ പോരെ? തർക്കങ്ങൾ ഉണ്ടാകും. ഇത് മാധ്യമങ്ങൾ പർവ്വതീകരിച്ച് ജനങ്ങൾക്കിടയിൽ ഇവരെന്തോ കോമാളികളാണെന്ന് കാണിക്കാൻ ഈ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് നമ്മൾ കണ്ടതാണ് ഏറ്റവും വലിയ വിഷയങ്ങൾ ഇവിടുത്തെ മാധ്യമങ്ങളാണ് ഉന്നയിച്ചത്. ഇപ്പോ സുധാകരൻ ഇതാ ടാറ്റ ബൈ ബൈ പറഞ്ഞു, അവസാനം KC വേണുഗോപാലിനെ വിളിച്ചിട്ട് ടാറ്റ ബൈ പറഞ്ഞു, പാർട്ടി രൂപീകരിക്കുന്നു എന്നുള്ളൊരു ചർച്ചയൊക്കെ, എന്തെല്ലാം കാര്യങ്ങളാണ്. VD സതീശനും KC വേണുഗോപാലും കൂടെ കൊത്തിനു പിടിച്ചു. ആർക്ക് വേണ്ടിയിട്ടാണ്? DCC പ്രസിഡന്റ് ഷിയാസിന് വേണ്ടിയിട്ട് കുത്തിനു പിടിച്ചു നടന്നു. കൊച്ചി പോരാ, മറ്റെവിടെയും കൊടുക്കണമെന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. ഒന്നുകൂടി സേഫായ മണ്ഡലം കൊടുക്കണം. ഇതാണ് KC വേണുഗോപാൽ അവിടെ പറയുന്നത്. അപ്പൊ VD സതീശൻ പറയണം, അല്ല കൊച്ചി കൊടുത്താലും മതി, ഷിയാസ് ജയിച്ചോളും. കാരണം ഇവർ രണ്ടുപേരും ഷിയാസിന് വേണ്ടിയാണ് അവിടെ സംസാരിച്ചത്. ഷിയാസിനെ വെട്ടാൻ ആരും തയ്യാറായില്ല. സുധാകരന്റെ കേസിൽ പോലും സംഭവിച്ചതാണ്. സുധാകരൻ സമ്മർദ്ദം ചുരുത്തി എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. അദ്ദേഹത്തിന് മത്സരിക്കണമെന്ന് ആഗ്രഹം, അത് നമ്മളോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇന്റർവ്യൂ എടുക്കുന്ന അദ്ദേഹത്തിന് മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിന് ഈ പറയപ്പെടുന്ന സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ട് ധർമ്മണം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് ആരാകുമെന്ന് ചോദിച്ചോടെ പരസ്പരം തമ്മിൽ തന്നെയാണ് പരാജയപ്പെട്ടു പോയത്. പക്ഷെ അത് ഒരു പാർട്ടി ഒരു നിലപാടെടുക്കുകയാണ്. ആ നിലപാടെടുത്തത് ആരാ? ഈ പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നു, MP-മാർ മത്സരിക്കേണ്ട എന്ന് നിലപാടെടുത്തിട്ട് എങ്ങനെയാണ് ഒരു MP ഈ പറയപ്പെടുന്ന തരത്തിൽ മത്സരിക്കാൻ പോകുന്നത് എന്ന്. ഈ നിലപാടെടുത്തത് സണ്ണി ജോസഫും VD സതീശനുമാണ്. MP-മാർ മത്സരിക്കേണ്ട. ആ നിലപാട് കറക്റ്റ് ആയിരുന്നു എന്നുള്ളത് കൃത്യമായി മനസ്സിലായി. ഇനി MP-മാർ മത്സരിച്ചോട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിൽ കൂടുതൽ സീറ്റുകൾ അതെ ഷാഫി പറമ്പിൽ ജയിച്ചു വന്നേനെ, ഈ പറഞ്ഞ പോലെ സുധാകരൻ ജയിച്ചു വന്നേനെ. മത്സരിക്കുന്നത് ഈ ജയിച്ച മണ്ഡലങ്ങളിൽ തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ പ്രശ്നമുണ്ട്. അവിടെ MP-മാർ ഇല്ലാതെ തന്നെ ജയിക്കാൻ സാധിച്ചു എന്നുള്ളൊരു ഒരു സാധനം. അതെ, ഈ സ്വാഭാവികം ഇതൊരു നമ്മൾ ഈ പറഞ്ഞ ഡീറ്റെയിൽ രാഷ്ട്രീയം പറയുന്നതിനേക്കാളും പൊതുജനത്തിനുള്ള ഒരു അഭിപ്രായം ഇത് തന്നെയാണ്. MP-മാർ മത്സരിക്കേണ്ട എന്ന് തീരുമാനമുണ്ടാകുന്നു എങ്കിൽ KC വേണുഗോപാൽ ഇപ്പോൾ രാജിവെക്കണം. അവിടെ ഒരു MP ഇപ്പോൾ ലോക്സഭ ഇലക്ഷൻ കോൺഗ്രസിന് ഏറ്റവും പ്രിയങ്ക ഗാന്ധിയുടെ പേരോ രാഹുൽ ഗാന്ധിയുടെ പേരോ പോലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചാൽ അത് ടെക്നിക്കലി സാധ്യമല്ല. കാരണം അവർ ഇവിടുത്തെ വോട്ടർമാരല്ല. നിയമസഭയിൽ കേരളത്തിൽ വോട്ടർമാർ അഡ്രസ് ഉള്ളവർക്ക് മാത്രമേ ഇവർക്ക് കേരളത്തിൽ നിന്ന് മത്സരിച്ചുകൊണ്ട് അഡ്രസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പരിഗണിച്ചാൽ പോലും അതിനകത്ത് അത്ഭുതപ്പെടേണ്ട തീരുമാനം വരട്ടെ. എന്തിനാണ് കോൺഗ്രസ് അണികളുടെ ആവേശം. അതായത് ഇത്ര 1 മാസക്കാലം വെയിറ്റ് ചെയ്തു, കഴിഞ്ഞിട്ട് 2 ദിവസം ആവുന്നേ ഉള്ളൂ. ഇതിനേക്കാൾ പ്രശ്നമായിരുന്നു സണ്ണി ജോസഫിനെ ഇവിടെ KPCC അധ്യക്ഷനാക്കി വെച്ചപ്പോൾ ഞാൻ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ഇയാൾ ആരാധന കൂടാണ് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. പക്ഷെ അദ്ദേഹം കൃത്യമായിരുന്നു എന്ന് ഇലക്ഷൻ റിസൾട്ടുകൾ തെളിയിക്കുകയാണ്. അപ്പൊ അതെന്തുകൊണ്ടാണ് സുധാകരനെ മാറ്റി പുതിയൊരാളെ കൊണ്ടുവന്നപ്പോൾ നമുക്കുണ്ടായ വൈകാരികമായ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ പിണറായി സർക്കാർ എപ്പോഴാണ് അധികാരത്തിൽ വന്നത്? അല്ലെങ്കിൽ എത്ര നാൾക്ക് ശേഷമാണ്? മെയ് 1 മെയ് ഫസ്റ്റ് വീക്കില് അധികാരത്തിൽ വരികയാണ്. എത്ര നാൾ കഴിഞ്ഞിട്ടാണ് പിന്നെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ്? പൊതുജനത്തിന്റെ സ്വാഭാവികമായ ആകാംക്ഷ നമ്മൾ ചോദ്യം ചെയ്യുന്നതെന്നാണ് എന്റെ പക്ഷം. 108 സീറ്റുമായിട്ട് ഒരു മനുഷ്യൻ
108 MLA-മാരെയും കെട്ടിപ്പിടിച്ചോണ്ട് നടക്കുന്നുണ്ട് തമിഴ്നാട്ടില്. 108 MLA-മാര് കയ്യിലിരിക്കുക. അവിടെ മുഖ്യമന്ത്രി പദത്തിന് ക്ലെയിം ഇല്ല, അയാൾ മാത്രമാണ് മുഖ്യമന്ത്രി. എന്നിട്ട് അയാൾക്ക് അവിടെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇതൊക്കെ സ്വാഭാവികമായി രാഷ്ട്രീയത്തിൽ ഉണ്ടാവുന്ന ഈ വരാൻ പോകുന്ന 28-ാം തീയതി വരെ കാവൽ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ തന്നെയാണ്. അത് മാറ്റാൻ പറ്റത്തില്ലല്ലോ. 28-ാം തീയതിക്ക് മുമ്പ് തന്നെ ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിച്ചാൽ മതി. ഞായറാഴ്ച ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവൻ ഇന്ദിരാഭവന് കെട്ടിക്കിടക്കാതെ നിങ്ങൾ കുറച്ചുപേര് LKG ഭവനിലൂടെ പോകണം, സോറി AKG ഭവനിലൂടെ പോകണം. അവിടെ വലിയ പ്രശ്നം നടക്കുന്നുണ്ട്. പ്രതിപക്ഷ ഉപനേതൃ സ്ഥാനം CPI-ക്ക് വേണമെന്ന് CPI പറയുന്നു, കൊടുക്കാൻ പറ്റത്തില്ല എന്ന് CPM എന്ന് പറയുന്നു. അപ്പൊ CPI മത്സരിച്ച് എത്ര സീറ്റില്ല? 25 സീറ്റ്. എത്ര സീറ്റ് കിട്ടി? 9 സീറ്റ്. അതായത് 8 സീറ്റ്. 35-40% സീറ്റുകളിലും അവർ ജയിച്ചു വന്നു ഇല്ലേ? CPM മത്സരിച്ച് എത്ര സീറ്റില്ല? 190 സീറ്റ് മത്സരിച്ചു. 10-25 സീറ്റ് മത്സരിച്ചു CPM. ഈ CPM മത്സരിച്ചത് എത്ര സീറ്റ് കിട്ടി? മൊത്തമാർക്ക് മാണിയും ഗീണിയും പിള്ളയും അയ്യും എമ്മും അതും ഇതും കുന്തോ കൊടുത്തക്കളും എല്ലാം കൂടെ ചേർത്ത് ഇവന്മാർക്ക് ആകെ 35 സീറ്റല്ലേ ഉള്ളൂ. അപ്പോഴാണ് പറയുന്നത് എടാ 40% സീറ്റും ജയിച്ചു വന്ന് CPI-ക്ക് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം കൊടുക്കാം. നീയൊക്കെ അവിടുത്തെ തർക്കത്തെ കുറിച്ച് എന്താ റിപ്പോർട്ട്? കണ്ണൂർ ലോബിയും കൊല്ലം ലോബിയും. പിന്നെ ബാലഗോപാലിന്റെ ഫ്ലെക്സ് വെച്ചിട്ട് ഞങ്ങളുടെ മുഹമ്മദ് റിയാസിനെതിരെ നീ പ്രതിപക്ഷ നേതാവാൻ ശ്രമിക്കോടാ, ഐഡിയ പ്രതിഭയെ തോപ്പിച്ചതും പിന്നെ ഈ പറയപ്പെടുന്ന വീണാ ജോർജിനെ തോപ്പിച്ചതും കണ്ണൂർ ലോബിയാണെന്ന് ശശിയാണെന്ന് ഇന്ന് വാർത്ത തൊട്ടുണ്ട്. ശശി വിളിച്ചു ശൈലേന്ദ്രൻ പറയുന്നത് ഞാൻ പ്രതിപക്ഷ നേതാവാതിരിക്കുള്ള പണിയല്ലൂടെ നീയൊക്കെ കാണിച്ചത്. ഇവിടെ നേതാക്കന്മാര് തമ്മിൽ ഘോർഘോവിളിയൊന്നും ഇല്ല, അവർ വളരെ സന്തോഷത്തില്ല. പിന്നെ നിലപാട് ചിലപ്പോൾ VD സതീശന്റെ നിലപാട് കിടക്കും, മുഖ്യമന്ത്രി സ്ഥാനം ഇല്ലെങ്കിൽ എനിക്ക് വേണം, ഞാൻ MLA ആയിട്ടുള്ള അദ്ദേഹത്തിന് കടുപിടുത്തം കൂടിയുള്ള രമേശ് ചെന്നിത്തലയും ചിലപ്പം പറയും KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാണ്, ഞാൻ ഉപമുഖ്യമന്ത്രി ആയിക്കോളാം. ഒരുപക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ ചിലപ്പോൾ വേറൊരു ട്വിസ്റ്റ് ഉണ്ടാവും. ഇവരെ രണ്ടുപേരും ഇടത്ത വലത്തും പിടിച്ചിരുത്തിയിട്ട് KC വേണുഗോപാൽ പറഞ്ഞേക്കാം എന്തായാലും കാര്യങ്ങൾ തീരുമാനമായി, VD സതീശൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി, മറ്റേ ഉപമുഖ്യമന്ത്രി, അങ്ങനെ വേണമെങ്കിലും പറഞ്ഞേക്കാം. എന്താ ഉപമുഖ്യമന്ത്രി ഉണ്ടായാൽ പറ്റത്തില്ല. ഇവിടെയൊക്കെ നമ്മൾ പൂവിട്ട് പൂജിക്കേണ്ടത് മുസ്ലിം ലീഗിനെയാണ്. എന്റെ അഭിപ്രായത്തിൽ ഇവരെല്ലാം മാറ്റി നിർത്തിയിട്ട് കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രിയാക്കണം. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു? വോട്ടിന്റെ ഭൂരിപക്ഷത്തില്. അപ്പൊ ഞാൻ പറഞ്ഞാൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയാലും മുസ്ലിം ലീഗ് ഒരു നിലപാട് എടുത്താൽ മതി. മുസ്ലിം ലീഗ് പറയാണ് ഒരു കാര്യം, നിങ്ങൾ അടിയല്ല ഉപമുഖ്യമന്ത്രി തന്നേരെ എന്ന് പറഞ്ഞാൽ ഇവിടെ തീരെ സത്യത്തിൽ അടിയില്ല. ഇന്നലെ യഥാർത്ഥത്തിൽ അവിടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. 102 പേരെ കേൾക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. ഓരോരുത്തരും കേട്ടിട്ട് ഓരോരുത്തരും ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്? KC ആണോ, RC ആണോ, ED ആണോ? അപ്പൊ അവര് പറയുന്നത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമല്ലേ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളെ പറയാൻ. സത്യം പറഞ്ഞാൽ അവിടുത്തെ പന്തല വിളിക്കണം. ഈ ഇന്ദിരാവിന് മുന്നിൽ പന്തലിട്ടുണ്ട്. ഈ പന്തലുള്ളത് കൊണ്ടാണ് ഈ സകല മാധ്യമങ്ങളും ചാനലുകളുടെ വികാരവും നമ്മളും മാധ്യമ പ്രവർത്തകരാണ്. ആ വികാരം മനസ്സിലാക്കണം. വ്യൂവർഷിപ്പിന്റെ പുറകെ പോവുകയാണ്. പൊതുജനം ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് ഇവരൊക്കെ ആർക്ക് സപ്പോർട്ട് ചെയ്യാൻ MLA-മാര്. അവര് ഈ പറയപ്പെടുന്ന ഇവരാണ് ഈ ട്രെൻഡ് സെറ്റ് ചെയ്തത്. VD സതീശൻ മതി എന്നുള്ള ട്രെൻഡ് സെറ്റ് ചെയ്ത് ഇവിടുത്തെ മാധ്യമങ്ങളാണ്. VD സതീശനെ കൂടെ കൊതിപ്പിക്കുകയാണ്. വെറുതെ ഇരുന്ന VD സതീശനൊന്നും അല്ല. VD സതീശൻ കൃത്യമായി ആഗ്രഹിച്ചത് ഇരുന്ന പോസ്റ്റ് തന്നെയാണ്. ആരാഗ്രഹിക്കാത്തെ? ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ആഗ്രഹിക്കുന്നത്? എനിക്കുണ്ട്. അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനം കിട്ടാൻ എനിക്ക് സങ്കടം വന്നു എന്നുള്ളത്. സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്തിനാണ്? അധികാര സ്ഥാനങ്ങളിൽ എത്താൻ വേണ്ടി തന്നെയാണ്. അധികാര കൊതി എന്ന് വിളിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഒരാളെ വെട്ടിയാണ് അടുത്ത സ്ഥാനത്തേക്ക് വരുന്നത്. ഒരു പ്രസിഡൻഷ്യൽ പോസ്റ്റിൽ ഒറ്റ പരിഗണിക്കും. അതിന് വെട്ടണം എന്നുള്ള ഒരു നയമില്ല. മെച്ചപ്പെട്ട് വരുമ്പോൾ താഴേക്ക് നടക്കില്ല. ഒരു മണ്ഡലത്തിൽ 10 പേർക്ക് യോഗ്യതയുണ്ട്. ആ ബാക്കി 9 പേരെ വെട്ടിയാലല്ല ഒരാളെ കയറ്റാൻ പറ്റത്തുള്ളൂ. അതാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ഇത്രയും ക്ലെയിം ഉണ്ട്. ഇതില് ആരെങ്കിലും 2 പേരെ വെട്ടിയെങ്കിലും ഒരാൾ മുഖ്യമന്ത്രി. ഇന്നലെ N ശക്തൻ ചോദിച്ചു, നിങ്ങൾ എന്താ എന്റെ പേര് പറയും? തമാശക്ക് ചോദിച്ചതാ. N ശക്തന്റെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്ത് പരിഗണിച്ചത് എന്താണ് പ്രശ്നം? എന്താണ് പ്രശ്നം? അല്ല ഞാൻ ചോദിക്കട്ടെ, ചെറുപ്പക്കാരിലേക്ക് വരാം. N ശക്തന് മുഖ്യമന്ത്രി ആവാം, K സുധാകരൻ മുഖ്യമന്ത്രി ആവാം, എന്ത് വേണ്ട G സുധാകരൻ വേണമെങ്കിലും പറയാം എനിക്ക് മുഖ്യമന്ത്രി ആവണമെന്ന് പറയാം. പിന്നെ PC വിഷ്ണുവാര് പറഞ്ഞൂടെ? ആർക്ക് വേണമെങ്കിലും പറയാം. എന്തിനാ ആലപ്പുഴയിൽ ഇപ്പൊ ജയിച്ചു AD തോമസിന് വേണമെങ്കിലും പറയാം എനിക്ക് മുഖ്യമന്ത്രി ആടി കൊണ്ടാണ് എനിക്ക് മുഖ്യമന്ത്രി ആവണമെന്ന് പറയാം. പിന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ വനിതാ മുഖ്യമന്ത്രിമാർ ഷാനിമോൾ ഉസ്മാൻ പറയാം, ബിന്ദു കൃഷ്ണയ്ക്ക് പറയാം, പിന്നെ മേലോട്ടാരൊക്കെ തുളസി ചേച്ചിക്ക് പറയാം. രമ്യ ഹരിദാസ് ഉണ്ട്. ദളിത് മുഖ്യമന്ത്രി, ദളിത് വനിത ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഉമാ തോമസിന്റെ പേര് പറയാം. അതുമല്ലെങ്കിൽ ഇവിടെ ഒരു ദളിത് മുഖ്യമന്ത്രി വേണ്ട എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന സുരേഷ് എംപിയുടെ പേര് പരിഗണിക്കാം. അങ്ങനെ എത്ര പേരെ പരിഗണിക്കാം?
വേണ്ട. ന്യൂനപക്ഷങ്ങളിൽ നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. ഷാഫി പറമ്പിൽ മുഖ്യമന്ത്രിയായിട്ട് തീരുമാനമായിക്കൂടെ? എന്തേ അയക്ക് മുഖ്യമന്ത്രി ആയിക്കൂടെ? 35-ാമത്തെ വയസ്സിൽ 26-ാമത്തെ വയസ്സിൽ മന്ത്രിമാരുണ്ടായിട്ടുള്ള കാലഘട്ടമാണല്ലോ ഇത്. ഷാഫി പറമ്പിൽ ഈ നിയമസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ക്ലെയിം ചെയ്യായിരുന്നു, അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങളും വാദിച്ചേനെ. ഇവിടെ നിയമസഭയിൽ ഇല്ലാത്തവര് ക്ലെയിം ചെയ്യുന്നു അപ്പോഴാ. ഞാൻ ഇനി ഇവിടെ അങ്ങനൊന്നുമില്ല. ഇവിടെ ഇപ്പൊ എല്ലാരും പറഞ്ഞിട്ട് കെ സി എങ്ങാണോ ആയിക്കഴിഞ്ഞാൽ കെ സി കണ്ണൂർ പോയി നിന്ന് തോപ്പിച്ചു കളയുന്നു. കെ സി ആയിക്കഴിഞ്ഞാൽ എ ഡി തോമസ് രാജിവെക്കും. എ ഡി തോമസ് രാജിവെച്ചിട്ട് ആലപ്പുഴയിൽ അദ്ദേഹം മത്സരിച്ച് MLA ആവും. എ ഡി തോമസിനെ മത്സരിപ്പിച്ച് അവിടെ MB ആക്കും. അത്തരത്തിലൊരു തോൽവി സംഭവിച്ചത് വളരെ നാണക്കേടാണ്. അതൊക്കെ ആ കാലഘട്ടം ഒന്നും അല്ലത്. ഇന്ന് അതിനുള്ള കപ്പാസിറ്റി ഒക്കെ കെ സി വേണുഗോപാലിനുണ്ട്. എന്താണെങ്കിലും ആദ്യം പരിഗണന രമേശ് ചെന്നിത്തലയ്ക്കാണ് എന്നാണ് എന്റെ വിശ്വാസം. കാരണം അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ അനുസരിച്ച് അദ്ദേഹത്തിന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ പൊതുവികാരം പറയുന്നു വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണം. 3 പേരെ ഒരുപോലെ അവിടെ പരിഗണിക്കുന്നുണ്ട്. ഒരു പടിയിൽ മുന്നിൽ കെ സി വേണുഗോപാലിന്റെ പേരാണ് ഹൈക്കമാൻഡിന്റെ മുന്നിലുള്ളത്. പിന്നീട് ഇങ്ങനെ പോയാൽ പിന്നീട് വി ഡി സതീശൻ, പിന്നീട് രമേശ് ചെന്നിത്തല. ഇതാണ് അവിടെ അവസാനം ട്രെൻഡ് സെറ്ററിന്റെ ഭാഗമായിട്ട് വി ഡി സതീശനിലേക്ക് എത്താനാണ്. 3 പേര് വന്നാലും എനിക്ക് എന്റെ വ്യക്തിപരമായി എനിക്ക് സന്തോഷമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധി, UDF പ്രതിനിധി മുഖ്യമന്ത്രിയാകട്ടെ.